ഇതൊന്ന് ചന്തക്കൂട്ട് കൊടുക്കണം. എന്തിനാണ് കൊട്ടയില്? ഇത് കുറച്ച് മുട്ടയാണ്, നാടനല്ലേട്ടാ. എന്താ വേണോ? ഇന്ന് മുട്ട തന്നെ വെക്കേണ്ടി വരും. കുറച്ച് പുഴമീൻ കിട്ടുന്ന വെച്ചിട്ടാണ് ഈ വഴി വന്നത്. പുഴമീനാ ഈ നേരത്താ? അത് നിനക്ക് രാവിലെ വരണ്ടേ മനസ്സിയെ? അല്ല, ഇത് എവിടെ നിന്ന് ചന്ത മുട്ട? ഇത് നമ്മുടെ വേറെ മോനില്ലേ മണിക്കുട്ടൻ, അപ്പൊ പാലക്കാട് കായ്ക്കുളം കൊണ്ട് പോയപ്പോഴേ തിരിച്ചു വരുന്ന ഒരു പെട്ടി കുറച്ചും കോഴിമുട്ട ആയിട്ട് വന്നിരിക്കുന്നു. അതിന് കുറച്ച് ഞാൻ മേടിച്ചു നമ്മുടെ ചന്തയിൽ കൊടുക്കാൻ വേണ്ടിട്ട്. ഇതേ നമ്മളിവിടെ കാണുന്ന കിളിമുട്ട അല്ലട്ടാ. എന്തായാലും ഉദ്ഘാടനമായിട്ട് കുറച്ച് മുട്ട മേടിക്കും. കൂടുങ്ങടന്ന് 5 മതിട്ടാ. ആയിക്കോട്ടെ. നാടൻ മുട്ട ഇപ്പൊ കിട്ടാനില്ല. വീട്ടിലെ കോഴികള് 2 എണ്ണം കൊത്തിക്കാൻ വെച്ചിരിക്കുന്നു, പിന്നെ പൊരുന്നില്ല. അതല്ലേ? പുറത്തുനിന്ന് മുട്ട അങ്ങനെ വാങ്ങാറില്ല. 5 ഉണ്ട്. 10 എണ്ണം എടുക്കാൻ പറഞ്ഞ 15 എണ്ണം എടുത്താ ഇരിക്കട്ടെ മിൻസി. ശരിട്ടാ. എന്ത് പറ്റിന്ന്? അല്ലെങ്കിൽ ഞങ്ങളുടെ നൊച്ചെടുക്കണമല്ല പഠിക്കാനിരിക്കണെങ്ങ. എന്റെ എത്ര നേരം വൈകിയ? ഞാൻ സ്കൂളിൽ വരുമ്പോഴേക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഞാനേ മീൻ നോക്കിയാ കെട്ടിന്റെ അവിടെ നിന്ന് മീൻ കിട്ടിയില്ല. അവസാനം മുട്ട വാങ്ങിപ്പോകും. രാകേഷ് മാമനില്ലേ മുട്ട കച്ചവടം, എന്തായാലും മുട്ട വാങ്ങണത് ശരിക്കായിരുന്നു. അപ്പൊ പിന്നെ അവന്റെ തന്നെ വാങ്ങിപ്പോകും. ഇവിടുത്തെ കോഴികളൊന്നും മുട്ട ഇടില്ല. മീൻ ഒക്കെ പോലും ചേർത്ത് വാങ്ങോളിയേക്കണ മീൻ. നേരെ എത്രയും നോക്കി വെളുക്കാട്ടോ നോക്ക്. ചെല്ലുക 2 അടിക്കാതി. നാളെ നമുക്ക് മുട്ട പത്തിട്ടുണ്ടാക്കാട്ടാ. അമ്മക്കടുത്ത് അശരണുണ്ടോ? ചെപ്പിലുണ്ട്, എടുത്തോ. സ്കൂളിട്ടൊരു മമ്മമാരോടൊന്ന് കയറണം കേട്ടാ. അവിടെ കുറച്ച് ലൂപിക്കിരിക്കുന്നുണ്ട്, എടുത്തുണ്ട്. ഉപ്പിലിട എന്തെങ്കിലും ചെയ്യാം. അവിടെ എവിടെയെങ്കിലും പോയിരുന്നു കഴിച്ചൂടെ നമ്മി? എന്തിനീ പോകത്ത് നിൽക്കുന്നത്? നേരല്ലമ്മ പുസ്തകമൊന്നും എടുത്ത് വെച്ചിട്ടില്ല. എടുത്തേക്കണം. നേരത്തെ എണീക്കണേ. എന്തോരം വിളിക്കും, എണീക്കൂലല്ല. അതൂടെ കഴിക്ക്. ഇനി ഉച്ചയാവണ്ടേ ചോറിനങ്ങ? നിൽക്കാനൊന്നും നിൽക്കാനൊന്നും അറിയില്ല. നേരത്തെ എണീറ്റൊന്നും ചെയ്യില്ല. ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കൊണ്ടുപോകണത് മുഴുവൻ കഴിക്കണേട്ടാ.
കഴിക്കുന്ന മീ മതി, സമയമില്ല. ഒന്നിനും നേരില്ലേ. ആ പതുക്കെ പോട്ടാ, എവിടെ ഓടി വീഴണ്ട.
ആ